Hello guys, I am Sandeep Shadow and welcome to my channel. വെഡ്ഡിങ് ആൽബം ഡിസൈനിങ്ങിൻ്റെ മെയിൻ ഒരു മേഖല എന്ന് വെച്ചാൽ ക്രിയേഷൻ പേജാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ക്രിയേഷൻ പേജ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടൊരു ക്രിയേഷൻ പേജ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു പേജ് എടുക്കുക, അതായത് 24:15 പേജ് എടുക്കുക. അതേപോലെ തന്നെ അത് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. വ്യൂവിൽ പോയിട്ട് ന്യൂ ഗൈഡിൽ 12 ഇഞ്ച് ഐ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിയേഷൻ ചെയ്യേണ്ട ഫോട്ടോ ഒന്ന് അതിലേക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി കളർ ഗ്രേഡ് ചെയ്ത ഫോട്ടോ ആണ്, അതിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ കളർ ഗ്രേഡ് ഓൾറെഡി ചെയ്ത് വെച്ച ഫോട്ടോ ആണ്. സോ അത് ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇടാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, ഇടാം. ഈ വിൻഡോ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമൈസ് ആവും. ഇതൊന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാം, മാക്സിമം സെറ്റ് ചെയ്യാം. ഓക്കെ, റെഡി. നമുക്ക് ഈ പോർഷൻ സെറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഈ പോർഷൻ സെറ്റ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് അതേപോലെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോട്ടോ അറേഞ്ച് ചെയ്യുന്നത് അവരവരെ വ്യൂ ആംഗിൾ പോലെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഫോട്ടോസ് അറേഞ്ച് ചെയ്യുക. പക്ഷേ സ്പേസിങ്ങും കാര്യങ്ങളും കുറച്ച് നോക്കണം. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവരെ വ്യൂ എങ്ങോട്ടാണെന്നുള്ളത്, ഏറ്റവും കൂടുതൽ വ്യൂ ഇങ്ങോട്ടുള്ള ഈ വ്യൂ ഈ സൈഡാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ വ്യൂ പോയിൻ്റ് എങ്ങനെയുണ്ട് ആ രീതിക്ക് വേണം നമ്മൾ പേജ് സെറ്റ് ചെയ്യാൻ. ഓക്കെ കൊടുക്കാം. ഒരു ഇമേജായി. അപ്പോൾ ഞാനൊരു ഇമേജും കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാനൊരു ഇമേജും കൂടി ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതങ്ങനെ കൊടുക്കാനാവില്ല. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും ഒരു സൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈസിൽ ഇതൊന്ന് ക്രോപ്പ് ചെയ്യുന്നു. അതൊന്ന് റൗണ്ട് ഓവൽ ഷേപ്പിലൊന്ന് ക്രോപ്പ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പ് ഞാൻ ക്രോപ്പ് ചെയ്യുന്നു. ജസ്റ്റ് മാർക്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് സെയിം ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് Ctrl+C കൊടുക്കുക, അത് മിനിമൈസ് ചെയ്യുക. Ctrl+V കൊടുത്താൽ ആ റൗണ്ടിലുള്ള ഷേപ്പ് നമുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇടന്ന് അറേഞ്ച് ചെയ്യാം ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് രണ്ട് പോർഷൻ ഒരേപോലെ ആയി ഫോട്ടോ. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇനിയൊരു ഫോട്ടോ വേണം നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഈ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ അതേപോലെ മാർക്കി ടൂളിൽ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം Ctrl+C കൊടുക്കുക, അതൊന്ന് മിനിമൈസ് ചെയ്യുക. സോ പേസ്റ്റ്. അതൊന്ന് Ctrl+T കൊടുത്തിട്ട് ട്രാൻസ്ഫോം കൊടുത്ത് ഒന്നിങ്ങനെ ജസ്റ്റ് ചെറുതാക്കുക, ഒന്നിങ്ങനെ കൊടുക്കാം. യെസ്, റെഡി. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി സ്ട്രോക്ക്, ആ ചെറിയ റൗണ്ടിൽ ഒരു സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ ആ ചെറിയ, അതായത് ലെയർ 3 ആണ് ഏറ്റവും ചെറിയ ഇമേജ്, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ഓക്കെ കൊടുക്കുക. അതിൻ്റെ താഴത്തെ ലെയർ 3 എന്ന് പറഞ്ഞ ലെയറിനെ Ctrl+U കൊടുത്തിട്ട് നമ്മൾ വൈറ്റ് കളറാക്കാം. അതിനുശേഷം അതൊന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+T കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചെയ്താൽ അതിന് നല്ല ഭംഗിയുള്ള സ്ട്രോക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് ഏരിയയിൽ നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം. അപ്പോൾ മുമ്പ് ചെയ്ത ആൽബം ഉണ്ടെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യുക. റെഡിമെയ്ഡ് ലെറ്റേഴ്സെല്ലാം കിട്ടും, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ രീതിക്കുള്ള പല കളർ കറക്ഷൻസും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെറിയൊരു ആൽബം ചെറുതായിട്ട് ആൽബം ക്രിയേഷൻ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഞാൻ ഇതേപോലെ ചെയ്ത 1-2 ക്രിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ PST ഓപ്പൺ ചെയ്തിട്ട് ആ ചെയ്ത രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഓപ്പൺ ചെയ്ത PSTC ഫോട്ടോ ഓപ്പൺ ആവുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇതിലതിൽ കൂടുതൽ ലെയറൊന്നുമില്ല, കണ്ടാൽ മനസ്സിലാവും. ഒരു പോസ്റ്റ് വെഡിങ് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്, അതാ പോസ്റ്റ് വെഡിങ്. നെക്സ്റ്റ് ഇതേപോലെ ലെയർ, ജസ്റ്റ് ആ ലെയർ എടുത്തിട്ടു. അതേപോലെ ഈ ഒരു ലെയർ ഒന്ന് എടുത്താൽ കുറേ സിമ്പിൾ. അപ്പോൾ ചെറിയൊരു കളറിൻ്റെ ഒരു പല്ലറ്റ് ഉണ്ട്,
അതെടുത്തിട്ടു. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് ആൽബം ഡിസൈൻ ചെയ്യാം. ഈ രീതി ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന പോലെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഞാനൊരു പേജ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഇതും അതേപോലെ യാതൊരുവിധ പ്രീസെറ്റൊന്നും ഇല്ലാതെ മാനുവലായിട്ട് CS3 തന്നെ ചെയ്ത ഒരു സാധനമാണ്. സിമ്പിളായിട്ടുള്ള കളർ നോക്കുക, ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലാക്ക് ലെയർ കൊടുത്തിട്ട് ചെയ്തതാണ്. നോർമലി നമുക്കത് ചെയ്യാം. ഇതേപോലെ ഇങ്ങനൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഈ ബ്ലാക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ രീതിക്കുള്ള എഡിറ്റിംഗ് എല്ലാം. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ലെയർ ഒരു പ്രീസെറ്റ് ലേഔട്ട് എങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ക്രിയേഷൻ്റെ പേജ് ലേഔട്ട് ചെയ്ത് വെക്കണം. അതായത് റെഡിമെയ്ഡ് ലെയർ ചെയ്ത് വെക്കാം. അതെങ്ങനെ ചെയ്ത് വെക്കാം നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുക അതിലേക്ക്. ഓക്കെ, ഡ്രാഗിങ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ആയിട്ടുണ്ട്, ഒരു ലെയറേ ഉള്ളൂ. അതിലേക്ക് Ctrl+C ആൻഡ് Ctrl+V എന്ന് കൊടുക്കുക. അപ്പോൾ ആ സെലക്റ്റായ ആ സൈസ് നമുക്കൊരു കോപ്പി ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, മനസ്സിലാവും. പിന്നെ ഇതിൽ Ctrl+U ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ബ്ലാക്ക് ആക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആ പോർഷൻ ബ്ലാക്കായി. ഒന്ന് Ctrl+T ചെയ്തിട്ട് ഒന്ന് വലുതാക്കാം. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്ത് വലുതാക്കാം. ജസ്റ്റ് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ബ്ലാക്ക് ലെയർ വന്നു. ഇനി അതേപോലെ ഒരു മാർക്കി ടൂൾ, എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അതേപോലെ ഒരു ഡ്രാഗ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. ഒരു റൗണ്ട് ഡ്രാഗ് ചെയ്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. Ctrl+C Ctrl+V കൊടുക്കുക. അതിനുശേഷം Ctrl+U കൊടുക്കുക. അത് ആ കട്ട് കോപ്പി ആയ ലെയറിൽ Ctrl+U കൊടുത്ത ശേഷം അതൊന്ന് ബ്ലാക്ക് ചെയ്യുക ഫുള്ളായിട്ട്. ഇപ്പോൾ ഒരു റൗണ്ടും കൂടി കിട്ടി. പക്ഷേ ഈ റൗണ്ട് ആ വലിയ റൗണ്ടിലേക്ക് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ പറഞ്ഞ അതേ കാര്യം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അതിനുശേഷം താഴെയുള്ള ലെയർ, അത് ഒറിജിനൽ ലെയറിലേക്ക് Ctrl+U കൊടുത്തിട്ട് അതൊന്ന് വൈറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആ വൈറ്റ് ചെയ്ത ലെയറിനെ Ctrl+T കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വൈറ്റ് കാണുന്നില്ല, കാരണം താഴെയാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് നമ്മൾ എടുത്തിട്ട് ആ ലെയറിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇടാം. ഇങ്ങനെ ഒന്ന് ഇടാം. ഓക്കെ, അതിനുശേഷം ഈ ലെയറും താഴെയുള്ള ലെയറും ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇടാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രോക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല കറക്റ്റ് മെഷറിലുള്ള സ്ട്രോക്ക് ആയിരിക്കും. അതിൻ്റെ മെഷർ കൂട്ടണമെങ്കിൽ നമുക്ക് Ctrl+T വൈറ്റിലേക്ക് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് കൂടും. സെയിം അതേപോലെ ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. ഫസ്റ്റത്തേത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഒന്ന് നല്ല മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക, ചെറുതാക്കുക. നേരത്തെ പോലെ ഒന്ന് ചെറുതാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. കോപ്പി ആയ ലെയറിനെ Ctrl+U കൊടുക്കുക, വൈറ്റ് അപ്പ് ചെയ്യുക. സോ ആ വൈറ്റ് ചെയ്തതിനെ Ctrl+T കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലുത് കഴിഞ്ഞാൽ അതും ഒരു സ്ട്രോക്കായി. ഇപ്പോൾ ഒരു നോർമൽ നമുക്ക് ബ്ലാക്ക് കിട്ടി. ഇനി ഈ ബ്ലാക്കിലേക്ക് എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം Ctrl+A സെലക്ട് ഓൾ, Ctrl+C കോപ്പി, എന്നിട്ട് അതിനെ മിനിമൈസ് ചെയ്യുക. എന്നിട്ട് ഈ വലിയ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിലേക്ക് മാജിക് ടൂള് സെലക്ട് ചെയ്തിട്ട് ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ബ്ലാക്ക് ഏരിയ മാത്രം സെലക്ട് ആയിട്ടുണ്ടാകും. അതിലേക്ക് Ctrl+Shift+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ അതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കും. കണ്ടില്ലേ, ഇങ്ങനെ ഉള്ളിലായിട്ട് നിൽക്കും. അത്രയേ ഉള്ളൂ, ഉള്ളിലായിട്ട്. അപ്പോൾ അതേപോലെ ഈ രണ്ട് ബ്ലാക്കിലേക്കും ഓരോരു പിക്ചർ സെലക്ട് ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞ Ctrl+A Ctrl+C മിനിമൈസ്. ഈ വലിയ ബ്ലാക്ക് റൗണ്ട് സെലക്ട് ചെയ്യുക. മാജിക് ടൂൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, Ctrl+Shift+V. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഫോട്ടോ നിൽക്കും. സെയിം അതിനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെയിം Ctrl+A Ctrl+C മിനിമൈസ്. ചെറിയ റൗണ്ടും സെലക്ട് ചെയ്യുക. Ctrl+V Ctrl+Shift+V. ഓക്കെ, സോറി, Ctrl+Shift+V ചെയ്താൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഈ രീതിക്ക് നമുക്കത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ചെയ്യാൻ. ലേഔട്ട് ചെയ്ത് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനത്തെ ലേഔട്ടെല്ലാം ചെയ്ത് വെച്ചാൽ വർക്ക് വരുന്ന സമയത്ത്
അതിലേക്ക് ഫോട്ടോ ഗ്രേഡ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ കുറച്ച് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഫോട്ടോഷോപ്പ് അറിയുന്നവർക്ക് മാത്രമേ ഇപ്പോൾ പറഞ്ഞ ചില ഷോർട്ട് കട്ടും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഒന്നും കൂടി കണ്ടിന്യൂ കണ്ടിട്ട് അതേപോലെ ചെയ്ത് നോക്കാം. ഞാൻ ഷോർട്ട് കട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഞാനതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. വീഡിയോ ആൽബം ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ